സ്തുതിയുണർവുണ്ടോ നീറയ സേവിതനീ ഈ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോനാ ആഴത്തി നടിയാ നിന്നെ വിളിക്കുന്നു. അഭ്യന്തനായ ഇയോബുമാർ ഫീലിക്സ് മെത്രാപ്പൊലീത്ത 2011 നവംബർ 20 ഞായറാഴ്ച 7:30 മണിക്ക് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ കാലം ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 20 വർഷം ഡൽഹിയുടെ വിവിധ മേഖലകളിൽ സുത്യർഹമായ പ്രവർത്തനങ്ങളും ശുശ്രൂഷയും നിർവഹിച്ച അഭ്യന്തനായ ഇയോബുമാർ ഫീലിക്സ് മെത്രാപ്പൊലീത്തയെക്കുറിച്ച് സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ യൂഹാനൻ മാർ ദിമിത്രിയോസ് തിരുമേനി ഇപ്പോൾ പങ്കിടുന്നു. ഒക്ടോബർ മാസം
4-ാം തീയതിയാണ് ഔദ്യോഗികമായിട്ട് ഡൽഹി ഭദ്രാസനത്തിൻ്റെ അസിസ്റ്റൻ്റ് മെത്രാപ്പൊലീത്തയായിട്ട് ഇയോബ് മാർ ഫിലോക്സസ് തിരുമേനി എന്നെ സ്വീകരിച്ചത്. ഈ ഏകദേശം 1 വർഷത്തെ കാലത്തിനകം തിരുമേനി ഭദ്രാസനത്തിന് ചെയ്തിരിക്കുന്നതായിട്ടുള്ള നിസ്തുലമായിട്ടുള്ള സേവനങ്ങൾ എല്ലാം തന്നെയും ഇവിടെ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരമല്ലെങ്കിലും ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ അറിയിച്ചു കൊള്ളട്ടെ. ഒന്ന്, തിരുമേനിയുടെ അശ്രാന്ത ശ്രമങ്ങൾ കൊണ്ടാണ് ഭദ്രാസനത്തിൻ്റെ ഒരു കെട്ടുറപ്പ് വളരെ ശക്തമാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളെയും വൈദികരെയും തിരുമേനിയുടെ സ്നേഹബന്ധത്തിൽ കൂടി അവരെ തൻ്റേതാക്കി തീർത്തതായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ വൈദികർക്കും ജനങ്ങൾക്കും ഒരുപോലെ പറയുവാനുള്ളത്. തിരുമേനി കിടപ്പായതിന് ശേഷവും ഞാൻ ഓരോ ഇടവകളും സന്ദർശിക്കുമ്പോൾ ജനങ്ങളുടെയും വൈദികരുടെയും സ്നേഹാന്വേഷണങ്ങളും അവരുടെ താല്പര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അറിയാം എത്രമാത്രം അവർ തിരുമേനിയോടുള്ള താല്പര്യം, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളോടും ഇങ്ങനെ വൈദികരോടും ആത്മായക്കാരോടും എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തിൻ്റെ ഈ ചങ്ങല കൊണ്ട് തന്നോട് ബന്ധിപ്പിക്കുകയും ഭദ്രാസനത്തിൻ്റെ ആ ഒരു വളർച്ചയ്ക്ക് വളരെയധികം അതൊരു അടിസ്ഥാനമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള തിരുമേനിയുടേതായിട്ടുള്ള സേവനമാണ്. 2 എന്ന് പറഞ്ഞിരിക്കുന്നത് തിരുമേനി നമ്മുടെ സഭയ്ക്ക് എപ്പോഴും കാണുന്ന ദൃശ്യമായ ഒരു മുഖമായിരുന്നു. അവിടെ നേതാക്കന്മാരെയും മറ്റു പ്രധാന സാഹചര്യങ്ങളിലും അവരെയൊക്കെ പോയി കാണുകയും സഭയുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും എന്ന് മാത്രമല്ല ദൈവശാസ്ത്രപരമായിട്ട് പലപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ സഭയുടെ കാഴ്ചപ്പാട് അത് വ്യക്തമാക്കുവാൻ തിരുമേനിക്ക് സാധിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ഒക്കെയും നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു തികഞ്ഞ ദൈവശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അഭിമന്യ തിരുമേനി. ഹൈക്കോടതിയിൽ നിന്നും ഇതിപ്പം ഗേ റൈറ്റ്സിന് വേണ്ടി കോടതി അനുവദിച്ചപ്പോൾ തിരുമേനിയാണ് ഇൻ്റർനെറ്റിൽ കൂടി അവർക്ക് ഇങ്ങനെ എതിരായിട്ട് സഭയുടെ ഒരു കാഴ്ചപ്പാട് അവിടെ പ്രസിദ്ധീകരിക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നത്. മറ്റാരും അങ്ങനെ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു കൊള്ളണം. കൂടാതെ തിരുമേനിയുടേതായിട്ടുള്ള മനക്കെട്ടി അത് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. രോഗാവസ്ഥയിലും തിരുമേനിക്ക് വളരെ ദൃഢവിശ്വാസത്തോടു കൂടി ദൈവ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിലനിൽക്കുകയും അങ്ങനെ തൻ്റെ ഈ അവസ്ഥ രോഗത്തിൻ്റെ ആണെങ്കിൽ പോലും ദൈവം അതിൽ കൂടി നയിക്കുന്നുണ്ട് എന്നുള്ള ആ പ്രാർത്ഥനാ ജീവിതം ആശ്രമത്തിൻ്റെതായിട്ടുള്ള ചിട്ട അനുസരിച്ച് എപ്പോഴും ആ പ്രാർത്ഥനകളൊക്കെയും യാമം തോറും നടത്തുകയും അങ്ങനെ ആ ഒരു ചിട്ട അനുസരിച്ച് രോഗശൈലിയാണെങ്കിൽ പോലും അവിടെ അത് നയിക്കുവാനും ഒക്കെയും തിരുമേനിക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് തിരുമേനിയുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നർമ്മബോധം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രോഗാവസ്ഥയിലാണെങ്കിലും എല്ലാവരോടും തമാശ പറയുകയും അതിന് തിരുമേനിയുടെ സാഹചര്യത്തിനെ അത്രയും കാര്യമാക്കാതെ മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് ശുശ്രൂഷിക്കുന്നവരോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അത് ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അനുഭവപ്പെട്ടവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അതൊരു വലിയ ഒരു പ്രതിഭാസമാണ്. ഈ ഇത്രയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന തിരുമേനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ തമാശകളും ഈ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു തമാശൻ്റെതായിട്ടുള്ള വശം എടുത്തു കാണിക്കാൻ പറ്റുന്നത്? പക്ഷേ തിരുമേനിയുടെ ഒരു വലിയ ഒരു ശക്തിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് തിരുമേനിയുടെ ആ ഒരു കാലം ചെയ്തതായിട്ടുള്ള അനുഭവം ഭദ്രാസനത്തിന് നികത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭവമാണ്. ദൈവം പിതാവിന് നിത്യശാന്തി കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ വയലിൽ വളരെ കഠിനാധ്വാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു മേൽപ്പെട്ടക്കാരന് നിശ്ചയമായിട്ടും ജീവന്റെ കിരീടം ഈ പിതാവിന് ദൈവം കൊടുത്തിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. ദൈവം ഈ ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ.
പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസന അധിപനും ഈ നാടിന്റെ പ്രിയപുത്രനുമായ അഭിവന്ദ്യനായ ഇയോമാർ പീലക്സിനോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള രഥം ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. താൻ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട ഗ്രാമവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസനാധിപനും ഈ നാടിന്റെ പ്രിയപുത്രനുമായ അഭിവന്ദ്യനായ ജോർമാർ പീലക്സിനോസ് മെത്രാപ്പോലീത്ത തിരുമനസിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള ഈ വാഹനത്തിന് പിന്നാലെ
ഉണർവുണ്ടോ നീ ഇറയ സേവിതനീ ഈ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോ നാം ആഴത്തിൽ നടിയാ നിന്നെ വിളിക്കുന്നു യോനയ്ക്കുന്നതുപോൽ ഞങ്ങൾക്കുത്തരമരുൾക നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവുമെങ്ങലിൽ നിന്നൊഴിവാക്കണമേ രക്ഷക തിരുമേയും രക്തവും ഉൾക്കൊണ്ട ഉദിഗത ജനതയ്ക്കരുളണമേ മോദവും ഉയരും നിൻ വരവിൽ വിധിയിൽ നിൻ കൃപ കണ്ടെത്തി നിൻ ദൈവികമാം വലഭാഗത്തവർ നിൽക്കണമേ
തിരുവക്തകൊള്ളുവാന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച സംബന്ധപ്പെട്ടവരും സംബന്ധപ്പെടുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിൽ നിന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുടെ സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാകാം. ഹല്ലേലൂയ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ ശരീരവും ഞങ്ങൾ പാനം ചെയ്താകുന്ന രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീ മൃതനുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസനത്തിന്റെ അധിപനായിരുന്ന യോബ് മാർ പീലക്സിനോസ് തിരുമേനിയോടുള്ള ആദരവും സ്നേഹവും വ്യക്തിപരമായി അറിയിക്കുന്നതിനും സഭയുടെ അനുശോചനം അറിയിക്കുന്നതിനുമായി വന്നു ചേരുവാൻ സാവധാനത കിട്ടിയതിൽ ഞാൻ സന്തോഷിച്ചു. മിനിഞ്ഞാന്ന് ഡൽഹിയിൽ കൂടിയതായുള്ള ഭദ്രാസനത്തിന്റെ എല്ലാ ഇടവുകളുടെയും ജനങ്ങളുടെയും കൂടി ചേർന്നുള്ള ഒരു മഹാസമ്മേളനത്തിൽ ഈ വിവരം അറിയുകയും ആ സമയത്ത് അവിടെ വെച്ച് ഒരു റെഫറൻസ് നടത്തുകയും സഭയുടെയും ആ ഭദ്രാസനത്തിൻ്റെയും ബോംബെ ഭദ്രാസനത്തിൻ്റെയും അനുശോചനം അറിയിക്കുവാനായിട്ടുള്ളൊരു അവസരവും ലഭിച്ചു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോടൊത്ത് ആ ഡയോസിസിന്റെ സാരഥ്യം കുറെ നാൾ വഹിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ കാൽച്ചുടൂലെ തുടർന്ന് ആ ഡയോസിസിലുണ്ടായതായ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹം നൽകിയതായുള്ള എല്ലാ സേവനങ്ങളെയും ഈ സമയത്ത് അനുസ്മരിക്കുന്നു. മേപ്രാൽ കണിയാന്തര കുടുംബാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുമേനി സഭയ്ക്കും കേരളത്തിലെ എല്ലാ സഭകൾക്കും നൽകിയതായ എല്ലാവിധമായിരിക്കുന്നതായുള്ള സേവനങ്ങളെയും അനുസ്മരിക്കുകയും മാർത്തോമാ സഭയുടെ വകയായി ഒരു റീത്ത് ഞാൻ വന്നപ്പോൾ തന്നെ സമർപ്പിച്ചിരുന്നു. വൈദിക ട്രസ്റ്റിയും സഭാ സെക്രട്ടറിയും കൂടി ചേർന്ന് ഇപ്പോൾ സഭയുടെ അനുശോചനം അറിയിക്കുന്നു. കബറടക്ക ശുശ്രൂഷയിൽ ആവശ്യമായ വാഴ്വുകൾ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. രൂപതയുടെ അഭിനന്ദനായ സിൽവസ്റ്റർ തിരുമേനി ഈ സ്ഥാപനത്തിൻ്റെ വലിയൊരു സുഹൃത്താണ്. ഇന്ന് തിരുവനന്തപുരം ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നു. പിതാക്കന്മാരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ മരണവും. അഭിവന്യ തിരുമേനിയിലൂടെ അദ്ദേഹത്തിന്റെ ഇടയ ശുശ്രൂഷയിലൂടെ ദൈവസ്നേഹം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ സഭാ സമൂഹത്തിലെ എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർമ്മിക്കാം. ദൈവത്തിന് നന്ദി പറയാം. വിശ്വാസ ജീവിതത്തിൽ നമുക്കും വളർന്നു വരാം. നമുക്ക് ആദരാഞ്ജലികൾ ഈ തിരുമേനിക്ക് അർപ്പിക്കാം. ശ്രീമതി ആയിഷ പോറ്റി ഒരു വാക്ക് അനുശോചനം.
തിരുമേനിമാർ, വൈദിക ശ്രേഷ്ഠർ, നമ്മെ വിട്ടുപിരിഞ്ഞ ആദരണീയനായ ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായിരുന്ന തിരുമേനിയുടെ ബന്ധുമിത്രാദികളും വിശ്വാസികളെ, വിശിഷ്ടരെ, യഥാർത്ഥത്തിൽ ഈ വിവരം കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപകനായിരുന്ന ജോബച്ചൻ ഞങ്ങൾ വിളിക്കുന്ന ഇപ്പം തിരുമേനിയായി ഒരുപാട് കാലം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല ശുശ്രൂഷ ചെയ്ത് സമൂഹത്തിലെ ജനങ്ങളെ നല്ല രീതിയിലേക്ക് നയിക്കാനും വിശ്വാസികൾക്ക് നല്ല നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് നല്ല ദീപമായി തെളിഞ്ഞു നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായിട്ടും ഈ സഭയ്ക്കും സമൂഹത്തിനും വലിയ ഒരു ദുഃഖം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ ഗുരുനാഥന് 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷി ദൽവിദൂൻ ശുഭഫൂലൂലപുരോവൽ റൂഹു കാദീശോ ഭംഗ്യാദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദി നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖപ്രഭയേകെ മൊറിയോറാകെ മേലൈനോ. നാമത്തിൽ കാരുണ്യവാനായ പിതാവും കൃപാനിധിയുമായ പുത്രനും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. സ്തുതിയുണർവുണ്ടോ നീറയ സേവിതനീ ഈ മാനവ ശുശ്രൂഷകളിൽ പ്രിയമുള്ളോ നാം ആഴത്തിൽ നടിയാ ശുശ്രൂഷയ്ക്കായി പ്രധാനപ്പെട്ട നിയോജകനായ കാരുണ്യവാനായ ദൈവമേ, ഇന്ന ദിവസം എങ്കിലേക്ക് നീ വിളിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷൻ്റെ എല്ലാ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധാക്കുന്നവരുടെ അടുക്കിലേക്കുള്ള ആശ്വാസ വ്യാഖ്യാനങ്ങളുള്ള ഓഹരിയും വരെ നൽകുവാനാകണമേ. ദുഷ്കർമ്മികളിൽ വയ്യമതും ദൈവത്തിൽ പ്രത്യാശയോടെ ചെയ്യുക നന്മ. ഹല്ലേലൂയ. ഒഴിയിൽ മരുവി തിരയുക നീ വിശ്വാസം. വത്സല സുന്ദരേ കാഷ്ടം
സാധിച്ചിടുവൻ തുണയാവാൻ യേശു മഹേശ്വരനാം ദൈവം സിംഹാസന സംസ്ഥിതനാകും സ്ഥാനത്തേതും സമ്പന്നന തുണയാവില്ല ചിന്തകനിർമ്മലമല്ലെങ്കിൽ വിഫലം ദീനനു ദീനതയോ അതിനാൽ കെഞ്ചുന്നില്ല നിന്നിരുപകാരുണ്യം പോൽ ഇവിടെ നീ കൃപ തന്നണമേ അവിടെയും അലിവുണ്ടാകണമേ സുന്ദരരാമാദാമിൻ്റെ സഹധർമ്മിണിയാം ഹൗവായി വഞ്ചക സർപ്പത്തിൻ വചനം കേൾപ്പാൻ നീ ചെവി ചായിച്ചു. അവിഹിത സമയത്താൽ നീ ചെന്നു പരീക്ഷ ഭക്ഷിച്ചു. അതാനിന്നും നീ നൽകി സൃഷ്ടിച്ചോനാൻ നിശ്ചിതമാം ശിവകടന്മാർക്കനിയേ അവനും കൽപ്പന ലംഘിച്ചു. ധൈര്യം നൽകിക്കൊണ്ടേവാം ദുഃഖിതനാം സൃഷ്ടാബോധി തലമുറകൾക്കെല്ലാം പറയാം ആദത്തെ കൈവെടിയാൻ അൻപൊഴുതൽ ചെല്ലും ഞാൻ അവനെ രക്ഷിക്കുന്നു. എത്തിക്കും ജയപൂർവ്വം ഞാൻ ഉദയമാകാശത്ത് പാർക്കുമോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. മൺമയനും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും തന്റെ ജനത്തിന് പാപമോചനം നൽകുവാനും തന്റെ ദൈവത്വത്തിന് പ്രീതികരമായ ബലികൾ അന്വേഷിക്കുവാനും വേണ്ടി ദൈവിക നൽഫലങ്ങൾ കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്തവനും ഞങ്ങളുടെ മാനുഷിക വർഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരണമെന്ന വിധി തീർപ്പനുസരിച്ച് മരണമുള്ള സകലർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം കൈക്കൊള്ളുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അഴിവില്ലാത്ത ജീവനിലേക്ക് മാറുവാനും ഊർസ്ലേമ്യ സഭയിൽ സ്വീകാര്യ ബലികൾ അർപ്പിക്കുവാനും വേണ്ടി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവരെ പിടിവിച്ച് കൊണ്ടുപോകുന്നവനും ആയവന്റെ സ്തുതി. അവരുടെ അനുസ്മരണം നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളുടെ നിയമാലംഘനങ്ങൾക്ക് മോചനവും തെറ്റുകൾക്ക് പരിഹാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്ക് ഈ മരണാനന്തര ശുശ്രൂഷകൾ നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലകും യൗമോസ്വോ ദുഃഖായായിലവൽമീ. വലിയവനും വിസ്മയനീയനും സർവത്തിലും ഭാഗ്യശാലിയും യഥാർത്ഥ മഹാപുരോഹിതനും തന്റെ ശരീരത്തിന്റെ ബലിയർപ്പണത്താലും ജീവദായകമായ തന്റെ മരണവും രക്ഷാകരമായ പുനരുത്ഥാനവും വഴിയായും സഭാപരമായ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പരിപൂർണതപ്പെടുത്തിയവനും മരണമാകുന്ന മുള്ളിനെ ചവിട്ടി ഈ മരണമല്ല യഥാർത്ഥ ജീവനിലേക്ക് കടത്തുന്ന ഒരു ഉറക്കം മാത്രമാകുന്നുവെന്ന് പരിഗണിക്കുവാൻ വേണ്ടി പരിശുദ്ധ സ്ലീഹന്മാർ വഴിയായി ഈ പൗരോഹിത്യ നൽവരം തന്റെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തവനുമായ കർത്താവും ഞങ്ങളുടെ മഹാപുരോഹിതനുമായ ദൈവമേ, അയോഗ്യരായിരിക്കെ ഈ പൗരോഹിത്യ സേവനത്തിന് അർഹരായി തീർന്ന പാപികളും ബലഹീനരുമായ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവീക മനുഷ്യസ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു.
മുൻകൂട്ടി ദൈവിക പൗരോഹിത്യത്തിൽ നീ സംബന്ധിപ്പിക്കുകയും ഇപ്പോൾ ന്യായതീർപ്പ് വഴിയായി ഞങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണമെന്ന വിധി തീർപ്പിന് വിധേയനായി തീരുകയും ചെയ്തിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ പരിശുദ്ധ മാലാഖമാർ വഴിയായി സ്വീകരിച്ചു കൊള്ളണമേ. അവരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ ഭൂതാശാനുഷ്ഠാനകന്മാരുടെയും പുണ്യവാന്മാരായ പ്രധാന പുരോഹിതന്മാരുടെയും ആത്മാക്കൾ നിവസിക്കുന്ന സൗഭാഗ്യകരമായ ഭവനങ്ങളിലേക്ക് അത് പറന്നുയരുമാറാകണമേ. ഇവിടെയുള്ള ഇവന്റെ ശുശ്രൂഷാനുഷ്ഠാനത്തെ ഓർത്തുകൊള്ളണമേ. ഞങ്ങളുടെ ബലഹീന പ്രകൃതിയുടെ ശക്തിക്കനുസരണമായി തിരുസന്നിധിയിൽ ഇവൻ നിർവഹിച്ചിട്ടുള്ള ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരവും ആനന്ദപ്രദമായ എതിരേൽപ്പോടെ ഇവനെ സ്വീകരിച്ചു കൊള്ളണമേ. നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ സന്നിധിയിൽ ഇവൻ അർപ്പിച്ചിട്ടുള്ള ബലികൾക്കും കാഴ്ചകൾക്കും പകരമായി ഈ ഞങ്ങളുടെ സഹോദരന് സന്തോഷവും ആനന്ദവും നൽകണമേ. നിന്റെ സ്വർഗീയ മഹാവിശുദ്ധ സ്ഥലത്ത് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ വസിപ്പിച്ചു കൊള്ളണമേ. അവിടെ സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ടും മാലാഖന്മാർക്ക് അടുത്ത ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടും ഇവൻ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ. കർത്താവേ, തിരുവിഷം തോന്നി ഇവന് വേണ്ടിയുള്ള പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. വിശുദ്ധ ഭൂതാശാനുഷ്ഠകന്മാരിൽ മഹനീയരും ശ്രേഷ്ഠരുമായവരോട് ഒരുമിച്ച് ഇവനെ ആശ്വസിപ്പിക്കണമേ. തിരുമുൻപാകെ ഇവൻ അനുഷ്ഠിച്ച വിശുദ്ധ രഹസ്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപപരിഹാരപ്രദമായ കൃപയാൽ ഏതുവിധത്തിലെങ്കിലും ഇവനിൽ പുരണ്ടിരിക്കുന്ന മാലിന്യങ്ങളെയും അഴുക്കുകളെയും നീക്കി ശുദ്ധീകരിക്കണമേ. അവസാന ദിവസത്തിൽ നിന്റെ ശ്രേഷ്ഠ സന്നിധിയിൽ വെടിപ്പോടെ നിർമ്മലനായി ഇവനെ നിർത്തിക്കൊള്ളണമേ. വിശുദ്ധ സ്വർഗീയ സേനകളുടെ കൂട്ടത്തിൽ ഇവൻ നിനക്കും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനും ഭാഗ്യകരമായ കരുണയുടെ ഉറവിടവും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതുമായ നിന്റെ ശത്രുവായിക്കും സ്തുതി പാടുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. രക്ഷകനെ വാങ്ങിപ്പോയി നിന്നെ സുഹൃത്തോടിപ്പോൾ
അനുഭവമാക്കി തീർക്കുന്ന കർത്താവേ, നിന്റെ ആത്മകൂട്ടത്തെ നിന്റെ ഉപദേശങ്ങളാകുന്ന പുൽമേലിൽ മേയ്ക്കുകയും ജീവദായകങ്ങളായ നിന്റെ കുലാശകൾ അനുഷ്ഠിക്കുകയും ചെയ്ത ഈ മഹാപുരോധന്റെ ആത്മാവിനാശ്വാസകരവും നീതികരവും അനുഭവമാകണ്ടേ. നീതിമാന്മാരുള്ള സന്തോഷകരമായ പ്രതിഫലത്തിലും ഉത്സാഹികളായ വേലക്കാർക്കൊരാക്കുലയ്ക്കും അന്ത്യന്യായവിധികളിൽ ഇതിനാശനെ അർഹനാക്കേണ്ടേ. നിന്റെ ശ്രേഷ്ഠമായ പുരോധന്മാരായ മോശയുടെ മകനോടും കൂടെ ഇതിനാശനെ ആശ്വസിച്ചു കൊള്ളണ്ടേ. മോർന്മാലോഹന്നോണ്ടേ
വാരിനെറ്റി കാട്ടണമേ നിൻ കാരുണ്യം. കൃപയിൻ ആദന്തൻ വാഴ്വാർന്നോരേവാ ഉള്ളിൽ പൂകിക്കൊണ്ടവകാശിപ്പി ജീവൻ എന്തുരസയും ജീവാരാമം കേൾപ്പാൻ ഈ ദാസൻ ഉണ്ടാകട്ടെ ഭാഗ്യം. ഇന്ദ്രിയമെല്ലാം ക്ലേശം പൂണ്ടു പല്ലിൻ കുളിയേറെ വായേറ്റം കൈ പായി സ്നേഹിതരും ഭ്രാതാക്കന്മാരും മോദം സഹവാസത്താൽ നൽകിയിടുന്നില്ല. പകരം കൃമികൾ കൂട്ടത്തോടെ ഓടുന്നു ചുറ്റും മുറ്റും നാശം ചെയ്യുവാൻ. എങ്കണ്ണുകളെ കഷ്ടം നിങ്ങൾ തന്നാശയായിരുന്നിരുളിൽ താഴ്ത്തി വിമല ഗ്രന്ഥങ്ങളും നെടുവിനിമേൽ നിങ്ങൾ കാണില്ലല്ലോ. എൻ വായിൽ നീ ദാവീദോപ്പം ഗീതം മധുരിമയോട് ചൊല്ലി കേൾപ്പിക്കില്ല. നിർമ്മിക്കില്ലിനി നീ ഗീതങ്ങൾ. ഭേദം രാഗങ്ങൾ ഉണ്ടാക്കില്ലേതും നീ. നീലി മോചനമർപ്പിക്കില്ല, പ്രാർത്ഥിക്കയുമില്ല, പാപം മോചിച്ചില്ല. ഇല്ലില്ലില്ലിൽ ദീനാലാപം നീക്കും വിടുകില്ലിനി അൻപുള്ളോൻ തൻ എൻ പല്ലുകളെ കഷ്ടം മേലാൽ നിങ്ങൾ സ്നേഹിതരെ ശുശ്രൂഷിക്കില്ലല്ലോ. വാക്കിൻ ശബ്ദം ശരിയാക്കിയിടാൻ നാവിൻ ആശ്രയമായി നിങ്ങൾ നിൽക്കാമോ.
കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശിമാരെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പറയ്ക്കുമോ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണൻ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. അപ്പോൾ യോസഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രയേലിന് സുഗന്ധവർഗമിട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടി വരും. മിസ്രൈമ്യർ അവനെ കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസഫ് ഫറവോന്റെ ഗൃഹക്കാരോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട്, എൻ്റെ അപ്പൻ ഇതാ ഞാൻ മരിക്കുന്നു. ഞാൻ കനാൻ ദേശത്ത് എനിക്ക് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്. ആകയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിന് അപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിക്കുകയും എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു. അങ്ങനെ യോസഫ് അപ്പനെ അടക്കുവാൻ പോയി. ഫറവോന്റെ ഭൃത്യന്മാരും കോവിലാധികാരികളും മിസ്രയീം ദേശത്തിലെ പ്രമാണികളും യോസഫിന്റെ കുടുംബമൊക്കെയും അവന്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി. തങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശേൻ ദേശത്ത് വിട്ടിട്ട് പോയി. രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി. അത് എത്രയും വലിയ കൂട്ടമായിരുന്നു. അവർ യോർദാൻ അക്കരെയുള്ള ഗോരേനദാദിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു. ഇങ്ങനെ അവൻ 7 ദിവസം തൻ്റെ അപ്പനെ കുറിച്ച് വിലാപം കഴിച്ചു. ദേശനിവാസികളായ കനാന്യർ ഗോരേനദാദിൽ വിലാപം കണ്ടിട്ട് ഇത് മിസ്രൈമ്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിസ്രൈം എന്ന പേരായി. അത് യോർദാൻ അക്കരെയാകുന്നു. അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു. അവന്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോമിനോട് നിലത്തോടു കൂടിയ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്ബേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. യോസഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവന്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിസ്രയീമിലേക്ക് മടങ്ങിപ്പോന്നു. പാറയ്ക്കുമോ. ും
അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരെ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. കിടക്കും നേരം ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കുമെന്ന് പറയുന്നു. രാത്രി കുതിച്ചുകൊണ്ടിരിക്കുന്നു. വെളുക്കുവോളം എനിക്ക് അതിനുള്ളത് തന്നെ പണി. എന്റെ ദേഹം മുഴുവൻ മൺകട്ടയും ഉടുത്തിരിക്കുന്നു. എന്റെ തൊക്കിൽ പുൺവായ്ക്കലാണെന്ന് വീണ്ടും പഴുത്ത് പൊട്ടുന്നു. എന്റെ നാളുകൾ നെയ്ത്തോളത്തിലും വേഗതയുള്ളത്. പ്രത്യാശ കൂടാതെ അവ കഴിഞ്ഞു പോകുന്നു. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമെന്ന് ഓർക്കണമേ. എന്റെ കണ്ണ് ഇനി നന്മയെ കാണുകയില്ല. എന്റെ കാണുന്നവന്റെ കണ്ണ് ഇനി എന്നെ കാണുകയില്ല. നിന്റെ കണ്ണ് എന്നെ നോക്കും, ഞാനോ ഇല്ലാതിരിക്കും. മേഘം ക്ഷയിച്ച് മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിലിറങ്ങുന്നവൻ വീണ്ടും കയറി വരുന്നില്ല. അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയില്ല. അവന്റെ ഇടകിനെ അവനെ അറിയുകയുമില്ല. ആകയാൽ ഞാൻ എന്റെ വായടക്കുകയില്ല. എന്റെ മനപ്പീടയിൽ ഞാൻ സംസാരിക്കും. എന്റെ മനോവ്യസനത്തിൽ ഞാൻ സങ്കടം പറയും. നീ എനിക്ക് കാവലാകേണ്ടതിന് ഞാൻ കടലോ കടലാനയോ ആകുന്നുവോ? എന്റെ കണ്ണിൽ എന്നെ ആശ്വസിപ്പിക്കും. എന്റെ മെത്ത എന്റെ വ്യസനം സമർപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നീ സ്വപ്നം കൊണ്ട് എന്നെ അരട്ടുന്നു, ദർശനം കൊണ്ടും എന്നെ ഭയപ്പെടുത്തുന്നു. ആകയാൽ ഞാൻ ഞെക്കിക്കുളയും. ഈ അസ്ഥികൂടത്തേക്കാൾ മരണവും തിരഞ്ഞെടുക്കുന്നു. ഞാൻ അഴിഞ്ഞിരിക്കുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുകയില്ല. എന്നെ വിടേണമേ. എന്റെ ജീവകാലം ഒരു ശ്വാസം മാത്രമല്ലോ. മർത്തിനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രത്തോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ. നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റാതിരിക്കും. ഞാൻ ഉമിനിറങ്ങുമ്പോഴും എന്നെ വിടാതെയും ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യപാലകനെ ഞാൻ നിനക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ നിനക്ക് എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമായി വെച്ചിരിക്കുന്നത് എന്ത്? എന്റെ അതിക്രമം നീ ക്ഷമിക്കാതെയും അകത്യം മോചിക്കാതെയും ഇരിക്കുന്നതെന്ത്? ഇപ്പോൾ ഞാൻ കുഴിയിൽ കിടക്കും. നീ എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇല്ലാതിരിക്കും. ബാറക്കുമോ ജീവതലേ മൃദയാർന്നോരേ ഉത്ഥാനം ക്ഷണവും സ്തോത്രവുമറ്റോരാ പ്രതികതനെ ജീവിപ്പിക്കാനാസരിനെ കല്ലറയിലും ആഹ്വാനം ചെയ്യുന്നു. വിശ്വാസത്തോടും പ്രതിപൂർണ്ണ ഉത്ഥാനം നൽകിയിടേണം. യോനായെ പോൽ നെടുവീർപ്പോൾ അത്യുച്ചത്തിൽ കേഴുന്നു. തുണയറ്റോനാകരുതേ ഞാൻ എന്നെ കാരകേടേണമേ. കനിവിൽ കാടലം കർത്താവേ, കനിവെന്നിൽ തോന്നിയിടേണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോ അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടി തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് വളരെയേറെ കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമായിരിക്കും. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ
ഞാൻ 10 പടി പിന്നോക്കം തിരിക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. പാറയ്ക്കുമോ മരണം പ്രാപിച്ചഴുകി പോയോ ലാസറിനെ കബറി ആഹ്വാനം ചെയ്ത സൃഷ്ടാവിജ്ഞാന ധ്വനിയുദ്ധാരമഹാദിവസേ പ്രതരെ ഏൽപ്പിച്ചതു യോസഫാത്തെന്ന സാനുസ്ഥാനത്തിൽ അർദ്ധനിരിക്കും ക്രോണോസിൽ സത്യവിധിക്കാൻ തലമുറകൾ വന്നേടും നാഥ സർവേശ നാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണനല്ലോ. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുതേ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. നിങ്ങളോട് ദീർഘമാ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി ഒഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുപോകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരത കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീ വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കരയും കളങ്കും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പി. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതിന് തങ്ങളുടെ നാശത്തിനായി കൊട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവീ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ഹബീബായി പാർക്കുമോ പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായി പറക്കുമ്പോ നീതിക്ക് നിർബന്ധനായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും
ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിച്ചേക്കാം. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ ഒരു മണി അത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതം അത്രേ ഒന്നാമത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ട് ഉള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണുകൊണ്ടുള്ളവരെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും നാം ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയുമില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും മുദ്ര കൊള്ളുകയുമില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആഹായ് പാർക്കുമ്പോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവായ വിശുദ്ധ ഏവൻകേൽ